ഗണപതി ഭഗവാന് മുന്നിൽ നാളികേരമുടച്ച് പടികൾ ഓരോന്നായി താണ്ടി നമുക്കും കയറി ചെല്ലാം. കോഴിക്കോടിൻ കോഴിക്കൊടിയോൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിജൂസ് ട്രാവൽ വ്ലോഗ്. പഴനി ആണ്ടവൻ എന്ന പേരിൽ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഭഗവാൻ ഇങ്ങു കേരളത്തിലും പ്രസിദ്ധനാണ്. അറിവിൻ്റെ പഴം എന്നർത്ഥമുള്ള ജ്ഞാനപ്പഴം എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടത്. സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദിശയിൽ കേരളത്തിലേക്ക് ദർശനമായി നിൽക്കുന്നു. അതിനാൽ കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനി ആണ്ടവനെന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു. ഇവിടെ കോഴിക്കോടും ഒരു പഴനി ക്ഷേത്രമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് വെള്ളിപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ മയിലാടം കുന്നിലാണ് മേലെ പഴനി മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും തമിഴ്നാടിൻ്റെ ക്ഷേത്ര സംസ്കാര ശൈലി പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെയും ക്ഷേത്ര നിർമ്മാണവും ആരാധനാക്രമങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പഴനിയിലെ ശ്രീമുരുകനെ അതേ രൂപത്തിലും ഭാവത്തിലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പഴനിയിലെ പടിക്കെട്ടുകൾക്ക് സമാനമായ രീതിയിൽ ഇവിടെയും ധാരാളം പടിക്കെട്ടുകൾ ഉണ്ട്. സ്റ്റെപ്സ് കയറി മുകളിലേക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്ഷേത്രമുറ്റം വരെ റോഡ് മാർഗമുള്ള ഗതാഗത സൗകര്യവും ഇവിടെ ലഭ്യമാണ്. വളരെ വിശാലമായ ശാന്തമായ ഈ കാടിനുള്ളിൽ തിങ്ങി നിൽക്കുന്ന ആ പോസിറ്റീവ് വൈബ് ഒരു സുഖമുള്ള അനുഭവം തന്നെയാണ്. പടികൾ കടന്ന് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഹിഡുമ്പൻ സ്വാമിയുടെ പ്രതിഷ്ഠ കാണാം. വീണ്ടും മുകളിലേക്ക് ചെല്ലുമ്പോൾ ഹനുമാൻ സ്വാമിയെയും കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തുമ്പോൾ ആദ്യം കാണുന്നത് മുരുക ഭഗവാന്റെ വേൽ തന്നെയാണ്. പിന്നെ പടിഞ്ഞാറ് ദർശനമായി നിൽക്കുന്ന ഗണപതിയെ കാണാം. ഗണപതിക്ക് മറുവശത്ത് കിഴക്ക് ദർശനമായി ശിവപാർവതിമാരെയും ദർശിക്കാൻ സാധിക്കുന്നു. പിന്നെ ഗുളികത്തറ കാണാം, സർപ്പക്കാവ് കാണാം, അയ്യപ്പനെ കാണാം, പടുകൂറ്റൻ പാലമരം കാണാം, മയിലാടും കുന്നിൽ അമ്മയെ കാണാം, പിന്നെ ശ്രീമുരുകനെയും കാണാം. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഷിരടി സായി മന്ദിറാണ്. ഞാനത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സായിബാബയുടെ ദർശനം ഒരു വേറിട്ട അനുഭവം തന്നെയായിരുന്നു. രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 മണി വരെയും ഇവിടെ ക്ഷേത്ര ദർശനം സാധ്യമാണ്.